ഹലോ എടി നീ എവിടാ? വീട്ടില്. എടി എന്റെ കൂടെ രാഹുലിനെ കാണാൻ ഒന്നും ആടി. സോറി ഡി, എനിക്ക് പറ്റത്തില്ല. നിനക്ക് വേറെ പ്രോഗ്രാം വല്ലതും ഉണ്ടോ? വേറെ പ്രോഗ്രാം ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് പറ്റത്തില്ല. എടി ആക്ച്വലി നീയും അവനോട് സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് ഏകദേശം 1-2 മണിക്കൂറോളം മാറും. പിന്നെ ഞാനിവിടെ വെറുതെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുകയല്ലേ ചെയ്യുന്നത്. എടി നിനക്ക് കമ്പനി തരാൻ അവന്റെ ഫ്രണ്ട്സ് ഉണ്ട്. റിയലി സോറി. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലായിരുന്നു. അവന്മാർ എന്തൊക്കെ വൃത്തിയോടാ പറഞ്ഞത്. നീ എന്തെങ്കിലും റിയാക്ട് ചെയ്തോ? അവന്മാർ അന്ന് എന്തോ തമാശക്ക് പറഞ്ഞാലാന്നോ? ഒരാളുടെ ബോഡിയെ കുറിച്ച് പറയുന്നത് തമാശയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് കുറച്ച് ബോയ്സ് ഒരു ഗേളിന്റെ ബോഡിയെ കുറിച്ച് പറയുന്നത്. നിനക്കത് തമാശയായിരിക്കും, പക്ഷെ എനിക്കത് തമാശയല്ല. എടി നീ അതൊന്നും കാര്യാക്കാതെ, ഇനി വേണമെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിന്നോളാം. ഓക്കെ? എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് വരാൻ താല്പര്യമില്ല. നീ വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് പോകും. എടി എന്റെ വീട്ടുകാർക്ക് നിന്നെ ഉള്ളു വിശ്വാസം. വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കുഞ്ഞുമോൾ ഈ വീട്ടിലെ എന്റെ കൂടെ എവിടെയെങ്കിലും പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ആ പരിപാടി നിർത്തിയേക്ക്. നിന്റെ വീട്ടുകാരിപ്പോൾ പറയുന്നത് നിന്നെയും കൂടെ വഷളാക്കുന്നത് ഞാനാണ്. അതിപ്പോൾ 2-3 തവണ നിന്റെ അമ്മ എൻ്റെ അമ്മയുടെ അടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി നീ എവിടെയെങ്കിലും അവൻ്റെ കൂടെ പോവാണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ പേര് പറയരുത്, എൻ്റെ കൂടെ ആണെന്നും പറയരുത്. നീ എല്ലാ പോക്കൃത്തരവും കാണിച്ചിട്ട് ലാസ്റ്റ് പറയും ഞാനും നിന്റെ കൂടെ ഉണ്ടെന്ന്. എന്നിട്ട് നിന്റെ അമ്മ വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് എൻ്റെ വീട്ടുകാരോടോ. സോ ഇനി ആ പരിപാടി നിർത്തിയിട്ട് എനിക്ക് പറ്റും.